അസ്സലാമു നെഹ്ലാസിയ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. വളരെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോസേജ് ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോസേജ് ബർഗറാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സോസേജ് എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റ് സാദിയ ബ്രാൻഡിൻ്റെ ഒരു സോസേജാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എപ്പോഴും സോസേജ് ആ ഒരു ബ്രാൻഡിൻ്റെ സാദിയൻ്റെ മാത്രമേ വാങ്ങാറുള്ളൂ. ഹലാലായിട്ടുള്ളതായതുകൊണ്ട് ഒരു കഴിക്കുമ്പോൾ ഒരു കംഫർട്ടാണ്. ഞാൻ ഇതുപോലെ സ്ലൈസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ സോസേജ് 2 ബൗൾസേക്ക് മാറ്റിയിട്ട് ഒന്നിൽ സ്പൈസി ഒന്നും നോർമലായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പും അതുപോലെ തന്നെ അറേബ്യൻ സ്പൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേണ്ടത് ജിഞ്ചർ പൗഡറും ഗാർലിക് പൗഡറും. നിങ്ങൾക്കിതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നോർമലായിട്ട് മുളക് പൊടി ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ ഒലിവ് ഓയിൽ എടുത്തിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. ഞാൻ ഒലിവ് ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിൽ ഒഴിക്കരുത്, കാരണം നമ്മുടെ സോസേജ് പെട്ടെന്ന് ആ ഓയിലൊക്കെ അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അതിന് ശേഷം ഞാൻ ഗാർലിക് പൗഡർ, ജിഞ്ചർ പൗഡർ, ഒറിഗാനോ, തൈമ, സോൾട്ട് ആഡ് ചെയ്യുന്നില്ല, ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ലാസ്റ്റ് കുറച്ച് പെപ്പറും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അധികം സ്പൈസി അല്ലാത്തൊരു സോസേജ് ഫ്രൈ ഇവിടെ റെഡിയാവും. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. പിന്നെ സെയിം പാനിൽ കുറച്ച് ഒലിവ് ഓയിൽ വെച്ചിട്ട് നേരത്തെ നമ്മൾ മസാല ആക്കി വെച്ച സോസേജും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് മതിയാവും കേട്ടോ സോസേജ് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട്. അതും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ബർഗർ ബൺസാണ്. ബർഗർ ബൺസായിട്ട് തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ബൺസ് വാങ്ങിയിട്ട് കട്ട് ചെയ്താലും മതി കേട്ടോ. ഇത് അങ്ങനെ തന്നെ വാങ്ങിയതാണ്. അതിന് ശേഷം നമുക്ക് മയോണൈസ്, ഹെയിൻസിൻ്റെ മയോണൈസാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് ലെറ്റ്യൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ലെറ്റ്യൂസ് മാത്രമാണ് വെജിറ്റബിൾസ് ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് ഒന്നിൽ ഞാൻ ഫ്രൈഡ് നമ്മൾ സ്പൈസി ആയിട്ടുള്ള സോസേജും ഒന്നിൽ നോർമലായിട്ടുള്ള സോസേജുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരാൾക്ക് സ്പൈസി ഇഷ്ടമല്ല, അതുകൊണ്ട് ഹമ്മാദിന് സ്പൈസി ഇഷ്ടമല്ല, അതുപോലെ ഹംദുന് സ്പൈസി ഇഷ്ടമാണ്. അത് കാരണം 2 ടൈപ്പ് ബർഗറുമാണ് ഞാൻ അവിടെ സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം കുറച്ച് കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മോസറല്ല ചീസ് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മോസറല്ല ചീസ് ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ബർഗർ ചീസ് തന്നെ ഉണ്ടാവും. എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് മോസറല്ല ചീസായിരുന്നു, അതുകൊണ്ട് ഞാനത് ആഡ് ചെയ്യണം. കുട്ടികൾക്ക് ചീസ് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ആഡ് ചെയ്തതാണ്. പിന്നെ ബർഗർ ആകുമ്പോൾ ചീസ് ഇല്ലാതെ എങ്ങനെയല്ലേ. അപ്പോൾ എന്തായാലും ചീസ് നിർബന്ധമാണ് ബർഗറിൽ. അപ്പം ബർഗർ സെറ്റായ ശേഷം ഞാനൊരു പാനിലേക്ക്, സെയിം പാൻ തന്നെ എടുക്കുന്നത്, ആ സെയിം പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മെൽട്ടായിട്ട് വരുന്ന സമയത്ത് 2 ബർഗറും വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് ആ ചീസ് ഒന്ന് മെൽട്ട് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബർഗർ ഇവിടെ റെഡിയാവും. പെട്ടെന്ന് ഈസി ആയിട്ടൊരു സോസേജ് ബർഗർ ഉണ്ടാക്കാനുള്ള റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് സോസേജ് ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കനും ഇടാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. കുട്ടികൾ ഭയങ്കര ഹാപ്പിയാണ്, കണ്ടില്ലേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം നെഹ്ല.